ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നവരെ എനിക്ക് വെജ് ബിരിയാണി വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു ഫുഡീസ് എക്സ്ട്രസി. അപ്പോൾ വെജ് ദം ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ ഒരു ഹാഫ് കോളിഫ്ലവർ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ്. 2 മീഡിയം സൈസ് പൊട്ടേറ്റോ 4ആയിട്ട് കട്ട് ചെയ്തതാണ്. ഒരു ക്യാരറ്റും 7 ഫ്രഞ്ച് ബീൻസും ആണ് കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്യുക. ഒരു 100 ഗ്രാം പനീർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. 2 മീഡിയം സൈസ് സവോല വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ചോപ്പ് ചെയ്ത ഒരു വലിയ ടൊമാറ്റോ, 7 വെളുത്തുള്ളിയും 1 ഇഞ്ച് സൈസുള്ള ഇഞ്ചിയും 3 പച്ചമുളകും ക്രഷ് ആക്കിയതാണ്. ഒരു 100 ഗ്രാം തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലാസ് ആണ്. ഇനിയിപ്പോൾ ഇതിന് ആവശ്യമുള്ള റൈസ് എടുക്കാം. അപ്പോൾ ഞാൻ എപ്പോൾ റൈസിന്റെ വീഡിയോ ഇട്ടാലും എനിക്ക് മിക്കപ്പോഴും വരുന്ന ഒരു മെസ്സേജ് ആണ് ഏത് ബ്രാൻഡാന്ന് വെച്ചിട്ട്. ഞാൻ ഈ ഒരു ബ്രാൻഡാണ് യൂസ് ആക്കുന്നത് കേട്ടോ. ഇത് അവൈലബിൾ അല്ലെങ്കിൽ ദാവത്ത് അല്ലെങ്കിൽ ടിൽഡാക്ക യൂസ് ആക്കാം. ഞാൻ 1.5 കപ്പ് റൈസ് എടുത്തേക്കുന്നത്. നല്ല ക്ലിയർ ആകുന്നവരെ വാഷ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ്സ് എങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. വെജ് മസാല ഫസ്റ്റ് റെഡി ആക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ആഡാക്കാം. ഒന്ന് ചൂടാകുമ്പോൾ ചോപ്പ് ചെയ്തിട്ടുള്ള സവോല ആഡാക്കുക. നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകണം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് റെഡിയാവും. ഗോൾഡൻ ബ്രൗൺ ആകാനായിട്ട് 5 to 7 മിനിറ്റ്സ് എടുക്കും. ഇങ്ങനെ സോട്ട് ചെയ്താലൊരു പ്രോസസ് വേണ്ടെന്നുണ്ടെങ്കിൽ മസാലയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഓയിൽ ആഡ് ചെയ്തിട്ട് ആ മാരിനേറ്റ് ചെയ്തിട്ടുള്ള വെജീസ് എല്ലാം ആഡ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ഫ്രൈഡ് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക, സവോല അല്ല. അപ്പൊ സവോല ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഓയിലൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകാനായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 30 സെക്കൻഡ്സ് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക. ഇതൊക്കെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ വെജീസ് ആയിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പൊട്ടേറ്റോ ആണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ടൈം കുക്ക് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള പൊട്ടേറ്റോ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. അതായത് ഒരു 70-75% കുക്ക് ചെയ്താൽ മതി. ഒരുപാടങ്ങ് കുക്കായി പോവണ്ട. അപ്പോൾ ഒരു 75% കുക്ക് ആയാൽ ഇതിലേക്ക് നമുക്ക് ബാക്കി വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്താൽ മതി. ഇതൊന്നും അധികം ടൈം എടുക്കത്തില്ല കുക്ക് ആവാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ പീസസിലും മസാല വരുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ദം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് ഓവർ കുക്ക് ആവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏറെക്കുറെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുക. ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലയും മിന്റും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഞാൻ പനീർ ആഡ് ആക്കുക. പനീർ ചെറുതായിട്ടൊന്ന് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പം പൊടിഞ്ഞു പോകത്തില്ല. വളരെ ജെന്റിലായിട്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം ഒന്ന് മിക്സ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാനൊരു സോസ് പാനിൽ ഒരു 3-3.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 3 ഗ്രാമ്പു, 3 ഏലക്ക, 2 പട്ട, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു സ്റ്റാർ അനൈസ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് തിളയ്ക്കുമ്പോൾ ഒരു 1/2 നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എപ്പോഴും ജസ്റ്റ് ഒന്ന് കൂടി നിൽക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. നല്ല തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ക്ലോസ് ചെയ്ത് ഒരു 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. അതായത് ഒരു 75% കുക്ക് ആയാൽ മതി കേട്ടോ. ഒരു ഗ്രെയിൻ എടുത്ത് നോക്കുമ്പോൾ 2ആയിട്ട് കട്ടാവണം. പക്ഷെ ഇതിനെ പ്രസ് ആയിട്ട് അങ്ങ് ഒരുപാട് കുക്കായി പോകരുത്. അപ്പോൾ ഒരു 75% കുക്ക് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മസാലയിലേക്ക് ഇതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ലെയർ ചെയ്യുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൈസ് ഒക്കെ നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലും പുതിനയും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒന്ന് ആഡ് ആക്കാം. ചെറുതായിട്ട് ബിരിയാണി മസാല സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് കല ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ ഫ്രൈഡ് ഓണിയൻസോ കാഷ്യൂ റൈസൻസ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഒരു ഫോയിൽ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഒരു പാൻ നല്ല ചൂടായിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. എല്ലാം ഒന്ന് കുക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അഗൈൻ ക്ലോസ് ചെയ്ത് ഒരു വെയിറ്റ് വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. സെർവ് ചെയ്യുമ്പോഴത്തേനും മിക്സ് ആക്കാതെ സെർവ് ചെയ്യുക. നമ്മൾ യൂഷ്വലി ബിരിയാണി സെർവ് ചെയ്യുന്ന പോലെ ആദ്യം മസാല വയ്ക്കുക. അതിനുശേഷം റൈസ് വെച്ച് കൊടുക്കുക. അങ്ങനെ സെർവ് ചെയ്യുക കേട്ടോ. ആ ലെയറായിട്ടിരിക്കുകയും ചെയ്യും. കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് എല്ലാത്തിന്റെയും ഫ്ലേവർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെജ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് കമന്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.